ഹലോ, പറയൂ. നിങ്ങൾ ഈ വെള്ളിമൂങ്ങയും ആമയും ഒക്കെ വാങ്ങുവോ? അല്ല, എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജോബിന്നാ. മാറിക്കാല ഡേവിഡ് അച്ഛൻ തന്നാ നമ്പര്. അതിനൊന്നും ഇപ്പൊ വലിയ റിക്വയർമെന്റ് ഇല്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എണ്ണം കിട്ടുമോ നോക്കൂ. എന്നമ്മോ? അതെ, നാഗമാണിക്യം. സംഘടിപ്പിച്ചാൽ 2 കോടിയാണ് വില. എന്താ നോക്കുന്നോ? എന്തു പറഞ്ഞു? റിലേ പോയാ? നാഗമാണിക്യം സംഘടിപ്പിച്ചു കൊടുത്ത 2 കോടി രൂപ തരാന്ന്. എന്താന്ന്? പിന്നെ വേറെ പണിയില്ല. നാഗമാണിക്യം അതെന്ത് സാധനമാണ്? അതിപ്പോ ഉറപ്പിത്തപ്പലാണ്. ഒന്ന് പോടാ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറച്ചില് മാത്രമേ. ഇല്ലാത്ത സാധനത്തിന് ആരെങ്കിലും വില പറയോ? ഇല്ലാത്ത സാധനത്തിന് എന്ത് വിലയും പറയാലോ. അങ്ങനെ തള്ളിക്കളയണ്ട. എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ഒരാളുണ്ട്. കിച്ചു, നിനക്കറിയാം ചന്ദ്രപ്പനല്ലേ, ആ ഫോറസ്റ്റ് ഗാർഡ്? ഏത്? ആ കാട്ടി അയാളോട് ചോദിച്ചു നോക്കാം. സാധനം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്നെങ്കിലും നമുക്കറിയാലോ. എന്നിട്ട് ഇറങ്ങിയാ പോരെ തപ്പാൻ? ചോദിക്കാടാ, അതിനിപ്പോ വലിയ ചെലവൊന്നുമില്ലല്ലോ. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചായ കുടിക്കാന്ന്. പഠിപ്പിക്കാൻ വിട്ട സമയത്ത് ഗൾഫിൽ പോണെന്ന് പറഞ്ഞ് നടന്നു. ഇപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല. ദിവസം ചെല്ലുന്തോറും പ്രായം കൂടി വരുമെന്ന് വല്ല ബോധമുണ്ടോ? നടന്നോ? 4 പേരോടും കൂടിയാ. ഉള്ള സമയൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്ന് കളഞ്ഞു. അച്ഛനിപ്പൊ പോയിരിക്കുന്നതേ അവളുടെ കല്യാണക്കാരി ഉറപ്പിക്കാനാ. ഉറപ്പിച്ചോട്ടെ അമ്മേ, കല്യാണത്തിന് മുമ്പ് കുറെ ചടങ്ങുകളൊക്കെ ഇല്ലേ, അതിന്റെ ഡേറ്റ് ഓക്കെ ആവട്ടെ. അപ്പോഴേക്ക് ശരിയാവും, ഞങ്ങൾ നോക്കുന്നുണ്ട്. അതാണ് അച്ഛന്റെ ഒരു പ്രതീക്ഷ. എന്താടപ്പൊ ഒരു വഴി? എന്താണ് അയാളുടെ പേര്? ആരെ? ചന്ദ്രപ്പൻ ചേട്ടാ! ചന്ദ്രപ്പൻ ചേട്ടാ! ഇയാളത് എവിടെ പോയി കിടക്കണം? ചന്ദ്രപ്പൻ ചേട്ടാ! ചന്ദ്രപ്പേട്ടാ! ചേട്ടാ! എതിരെ വല്ല ആന വരുമോ? ഇയാളിത് എവിടെ പോയി കിടക്കടോ? ചന്ദ്രപ്പൻ ചേട്ടാ! നാഗമാണിക്കോ? ആ, അങ്ങനെ ഒരു സാധനം ഉണ്ട് തന്നെയാണ് ചേട്ടാ ഞങ്ങളുടെ വിശ്വാസം. വിശ്വാസം മാത്രം ഉണ്ടായിട്ടെന്താ കാര്യം? എന്റെ അറിവിലില്ല. അതല്ല ഏട്ടാ, അത് ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു പാർട്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തപ്പി ഇറങ്ങിയതാ. ചേട്ടനാകുമ്പോ ആ വകുപ്പൊക്കെ ശരിക്കും അറിയാമായിരിക്കുമല്ലോ. വല്ല ചന്ദനത്തൈലും ആനക്കൊമ്പൊക്കെയാണ് നോക്കായിരുന്നു, കുഴപ്പമില്ല. ഇതിപ്പോ ഉണ്ടോന്നെ ഒരു ഉണ്ടാ ശരിക്കും? ഏതായാലും ചേട്ടനൊന്ന് അന്വേഷിക്കേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കോ നോക്കാം. എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണല്ലോ. നോക്കാം. ഞാന് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ചേട്ടാ, നമ്പർ എന്താ? ഞാൻ ഒരു മിസ്ഡ് അടിക്കാം, എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കാലോ. 934 917 52 51. ഓടാ പോ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി അല്ലടാ. നോക്കടാ, ചന്ദ്രപ്പൻ ഇല്ലെങ്കിൽ അവന്റെ അപ്പൻ. നമുക്ക് എന്തായാലും കാര്യം നടത്തിയേ പറ്റുള്ളൂ. എന്റെ മനസ്സ് പറഞ്ഞു ചന്ദ്രപ്പൻ വിളിക്കുന്നു. നോയിക്കോ. എന്താടാ എന്റെ പത്രോട്ട് തീർന്നിട്ടില്ലെന്ന്? പത്രമൊക്കെ പിന്നിടാം, ഒരു കാര്യമുണ്ട്. നീ എന്താ കാര്യം കേറാ. എന്താടാ ഇങ്ങ് വന്നേ. ചന്ദ്രപ്പൻ ചേട്ടൻ വിളിച്ചിരുന്നു. അയാൾക്ക് നാഗമാണിക്കുള്ള സ്ഥലം കിട്ടിയെന്ന്. ഇത്ര പെട്ടെന്നോ? അത് അയാൾക്ക് ഇത്ര നാൾ ആവശ്യമില്ലാത്ത സാധനമായിരുന്നല്ലേ, അന്വേഷിച്ചപ്പോ കിട്ടി കാണും. യോബി, ചന്ദ്രപ്പത്തിന്റെ കിടുവാടാ. അയാൾ ഒപ്പിച്ച് നമ്മുടെ നാഗമാണിക്കും. പതിയെ പറടാ.
വാപ്പച്ചകത്തുണ്ട്. അത് കൊള്ളാലോ. നമുക്കപ്പോ ആദ്യം ചന്ദ്രപ്പേട്ടനെ വിളിച്ചിട്ട് കാര്യം ഉറപ്പിക്കാം, എന്നിട്ട് അവരെ വിളിക്കാം അല്ലേ? ഇനി എന്താണ് ഉറപ്പിക്കാനുള്ളത്? അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞത്, നീ അവരെ വിളിച്ചേ? ആ നേരം വെളുത്തേലുള്ളൂ, ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം. നീ പോയി പത്രം ഇട്ട് തീർത്തേ. പിന്നെ നാളെ വലിയ സംഭവമാണ്. ഞാനിൽ ഇന്ന് പത്രം ഇടാൻ പോകുന്നത്. ഇന്ന് ആരും പത്രം വായിച്ച് തോറണ്ട.